പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹാവന്ദനങ്ങൾ. കഴിഞ്ഞ 5 മാസങ്ങൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൃപയും നമ്മോട് കൂടിയിരുന്നു. കർത്താവ് നമ്മെ അത്ഭുതകരമായി ജയോത്സവമായി ഇതുവരെയും നമ്മെ വഴി നടത്തി. 6-ാം മാസത്തിന്റെ 1-ാം ദിനം കാണുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി ദൈവാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-ാം വചനത്തിന്റെ അവസാന ഭാഗം. യഹോവ നല്ലവരോട് കൂടെയിരിക്കും. Praise the Lord. In English, 2 Chronicles chapter 11, chapter 19, verse 11, last part. May the Lord be with those who do well. Amen. യഹോവ നല്ലവരോട് കൂടെയിരിക്കും. നിഷ്കളങ്കരായി നടന്ന് നേരോടെ ജീവിച്ച് നീതി പ്രവർത്തിച്ച് നന്മ മാത്രം ചെയ്ത് കളങ്കമില്ലാതെ ജീവിക്കുന്നവരോടുകൂടെ ദൈവം ഇരിക്കും. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല, നമ്മുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ടല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ നമുടിഞ്ഞു പോകാതെ യഹോവയുടെ ദയയാൽ കർത്താവ് നമ്മെ നടത്തി ഇതുവരെ ദൈവം നമ്മെ കൊണ്ടുവന്നു. ഈ മാസത്തിലും കർത്താവ് നമുക്ക് വാഗ്ദത്തമായി നൽകുന്ന വചനം, ആമേൻ, ദൈവം നമ്മോട് കൂടെ ഇരിക്കും. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ ശിഷ്യന്മാരോട് നൽകിയ ഒരു വാഗ്ദത്തമാണ്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഇന്നും ഈ ഭൂമിയിൽ യേശുവിന്റെ ശിഷ്യരാൽ യേശുവിന്റെ കൽപ്പന പ്രമാണിച്ച യേശുവിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ആ വാഗ്ദത്തം സ്വന്തമാണ്. യേശു കർത്താവ് പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. എല്ലാ കാലത്തും യേശു കർത്താവ് നമ്മോട് കൂടിയുണ്ട്. കാരണം യേശുവിന്റെ പ്രത്യേകത മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 22-ാം വചനത്തിൽ നാം വായിക്കുന്നു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയായി എന്ന് നാം വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു നമ്മോട് കൂടെയുണ്ട്. ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ നാം കുറിവാക്യമായി വായിച്ച ഭാഗത്ത് യഹോശാഫാത്ത് ന്യായാധിപന്മാരെ നിയമിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്ന കാര്യമാണ് 6-ാം വചനം. 2 ദിനവൃത്താന്തങ്ങൾ 19-ാം അധ്യായം 6-ാം വചനത്തിൽ, ആമേൻ, നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടി അത്രേ ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ ദൃഷ്ടി എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. അതെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴും കർത്താവ് നമ്മെ നോക്കുന്നു. അപ്പോൾ യഹോവ ആമേൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് നേരോടെയാണോ ചെയ്യുന്നത്, ആമേൻ, സ്തോത്രം, എന്നറിയുവാൻ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. 7-ാം വചനത്തിലാകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ, സൂക്ഷിച്ചു പ്രവർത്തിച്ചു കൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. ആമേൻ. ദൈവത്തിന് മുഖപക്ഷമില്ല. യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു, സൂക്ഷിച്ചു പ്രവർത്തിക്കണം എന്ന് വാണിംഗ് കൊടുക്കുന്നു. എന്നാൽ അവസാന വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ നല്ലവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. ആമേൻ. യഹോവ ഭയത്തോടെ, ഭക്തിയോടെ, നീതിയോടെ ദൈവവചനങ്ങളെ പ്രമാണിച്ച് ആമേൻ ഹൃദയത്തിൽ നിഷ്കളങ്കതയോടെ നാം പ്രവർത്തിക്കുന്നു എങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. നമ്മെ ഏത് സമയത്തും സംരക്ഷിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാൻ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. അനീതി നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ, സ്തോത്രം, വ്യത്യസ്തരായി നാം ജീവിക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവമുള്ളവരാൽ നാം മാറുമ്പോൾ ചിലപ്പോൾ പല എതിരുകളും പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം. പക്ഷെ ഇവിടെ നാം വായിക്കുന്നു, യഹോവ
എല്ലാ കാലത്തും നമ്മോട് കൂടെ ഇരിക്കും. സ്തോത്രം, സ്തോത്രം. ആമേൻ. ദോഷത്തിന് ദോഷം പകരം ചെയ്യാതെ, തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യാതെ, മറ്റുള്ളവരെ നാം അനുഗ്രഹിച്ചുകൊണ്ട് നന്മ മാത്രം ചെയ്തുകൊണ്ട് നാം ജീവിച്ചാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. ആരെല്ലാം നമ്മെ വിട്ടകന്നാലും, ആരെല്ലാം മാറിപ്പോയാലും, ആരെല്ലാം പ്രതികൂലമായിരുന്നാലും, ആമേൻ, സ്തോത്ര, കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. ഈ മാസം കർത്താവ് നമ്മോട് നൽകുന്ന വാഗ്ദത്ത വചനം, യഹോവ നമ്മോട് കൂടെ ഇരിക്കും. എന്നാൽ യഹോവ നല്ലവരോട് കൂടെ ഇരിക്കും. ആരാണോ നല്ലത് പ്രവർത്തിക്കുന്നത്, ആരാണോ നന്മ ചെയ്യുന്നത്, ആരാണോ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ദൈവത്തിന് കൊള്ളാകുന്നവരായി, ആമേൻ, സ്തോത്രം, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കും കൊള്ളാകുന്നവരായി ജീവിക്കുന്നുവോ, അവരോടുകൂടെ ദൈവം ഇരിക്കും. സ്തോത്രം. നാം വെള്ളത്തിൽ കൂടെ നടന്നാൽ ആമേൻ മുങ്ങി പോകത്തില്ല. അഗ്നിയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല. നദി നമ്മുടെ മേൽ കവിയുകയില്ല. കാരണം നമ്മെ സൃഷ്ടിച്ച, നമ്മെ നിർമ്മിച്ച, നമ്മെ പേർചൊല്ലി വിളിച്ച കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. സ്തോത്രം. ആയതിനാൽ തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, മടുത്തു പോകണ്ട, ഭാരപ്പെടേണ്ട. നാം ഇന്ന് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരുന്നാലും, ആമേൻ, സ്തോത്രം, ദൈവം മുൻപാകെ വിശ്വസ്തരാൽ ദൈവഭയത്തോടെ ഭക്തിയോടെ ഈ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ തന്നെ അതിന്റെ 9ാം വചനത്തിൽ വായിക്കുന്നു, അവൻ അവരോട് കൽപ്പിച്ചതെന്നാൽ നിങ്ങൾ യഹോവ ഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഈ കൽപ്പനകളൊക്കെ നാം പ്രമാണിച്ച് നാം ജീവിക്കുമെങ്കിൽ യഹോവ നല്ലവരോട് കൂടെ ഇരിക്കും എന്ന് വാഗ്ദത്തം ചെയ്തതുപോലെ നമ്മോട് കൂടെ ഇരിക്കും. സ്തോത്രം. നമ്മെ കർത്താവ് ഏതൊക്കെ കാര്യങ്ങളാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ നാം വിശ്വസ്തയോടെ ആമേൻ നല്ല കാര്യങ്ങളെ മാത്രം ചെയ്യുക, നന്മ മാത്രം ചെയ്യുക. കർത്താവ് നമ്മോട് കൂടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് പരിശോധിക്കുന്നു. പുറമേയുള്ള ആമേൻ ഭക്തിയും പുറമേയുള്ള ദൈവസ്നേഹവും മാത്രമല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നാം എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്നത്. ഹൃദയങ്ങളെ ദൈവം പരിശോധിക്കുന്നു, നമ്മുടെ ചിന്തകളെ ദൈവം പരിശോധിക്കുന്നു, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ദൈവം അറിയുന്നു, നമ്മുടെ നിലവുകളെ കർത്താവ് അറിയുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും സകലതും ദൈവം അറിയുന്നു. മനുഷ്യന്റെ മുഖത്തെ കാണുമ്പോൾ ദൈവം ഹൃദയത്തെ കാണുന്ന ഈ നാളുകളിൽ അവൻ ഹൃദയത്തെ കാണുന്ന ദൈവം മുൻപാകെ നല്ലവരായി, ആമേൻ, സ്തോത്രം, ഉത്തമ ഹൃദയത്തോടെ, പരമാർത്ഥ ഹൃദയത്തോടെ, വിശ്വസ്തരാൽ ആ കർത്താവിനെ നമുക്ക് സേവിക്കാം. ആമേൻ. ദൈവം മുൻപാകെ നമുക്ക് നടക്കാം. ആമേൻ. ഞാൻ യഹോവ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, കർത്താവ് നമ്മുടെ മുൻപിലുണ്ട് എന്ന ഒരു ചിന്തയോടുകൂടെ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. എങ്കിൽ ആമേൻ, ദൈവം നമ്മോട് കൂടെയിരിക്കും. യേശു കർത്താവ് ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇനിയും നമ്മോട് കൂടെ ഇരുന്ന് കർത്താവ് നമുക്ക് വേണ്ടി വലിയ ചെയ്യും. മോശയോട് കൂടെ ദൈവം ഇരുന്നു. മോശയെ കൊണ്ട് കർത്താവ് ചെയ്ത കാര്യം ഭയങ്കരമായിരുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. ദാനിയേലിനോട് കൂടെ ഇരുന്നു. സിംഹത്തിന്റെ വായ ദൈവം അടച്ചു. കാരാഗ്രഹത്തിൽ നിന്ന് ആമേൻ, സ്തോത്രം, സ്തോത്രം, സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ദൈവഭക്തന്മാരോട് കൂടെ, എബ്രായ ബാലന്മാരോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവർ എരിയുന്ന തീച്ചൂളയിൽ നിന്നും 7 മടങ്ങ് ജ്വലിക്കുന്ന തീയിൽ നിന്നും അവൻ ഒരു ദോഷവും തട്ടാതെ അവർ പുറത്തു വന്നു. കാരണം കൽപ്പന പ്രമാണിച്ചു. ദൈവത്തിന്റെ മുൻപാകെ നല്ലവരായി അവർ തെളിയിച്ചു. സ്തോത്രം. ഈ നാളുകൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാകുന്നവരായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്ന ആളുകൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാകുന്നവരായി, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് നല്ലവരായി, ഉത്തമരായി, ആമേൻ, സ്തോത്രം, നിഷ്കളങ്കരായി നമുക്ക് ആമേൻ ദൈവം മുൻപാകെ ജീവിക്കാം. ഈ വചനപ്രകാരം കർത്താവ് ഇനിയും നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. നമ്മെ കൊണ്ട് കർത്താവ് വലിയവ ചെയ്യും. ഈ അന്ത്യകാലത്ത് ഉണർവിന്റെ വക്താക്കളായി കർത്താവ് നമ്മേവരെയും ഉപയോഗിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കാൻ സ്തോത്രം. ഈ വചനപ്രകാരം കർത്താവേ, അപ്പാ, ഈ ദിവസങ്ങളെ കർത്താവ് ഞങ്ങളോട് കൂടി ഇരുന്ന് ജയത്തോടെ വീണ്ടും കർത്താവ് ജയ ജീവിതം നയിപ്പാൻ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന കർത്താവേ, സ്തോത്രം, സ്തോത്രം, നല്ല ഫലങ്ങളും കർത്താവെ വരങ്ങളും കർത്താവെ, സ്തോത്രം, 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 അപ്പാ, എല്ലാ ആത്മീയ ഗുണങ്ങളും നിങ്ങളുടെ മേൽക്കത്തെ നിങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ, നിങ്ങളെ തന്നെ
പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ. അപ്പാ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ കൃത്യ ശോധന ചെയ്യുന്ന അറിയുന്ന ദൈവകരങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവെ. നാളുകളിൽ എല്ലാ കാലത്തും ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവെ അപ്പാ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച കർത്താവ് ഞങ്ങളെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തീകരിച്ച ദൈവത്തിന്റെ പദ്ധതിക്കായി അങ്ങയുടെ കർത്താവെ സ്തോത്രഹിത പ്രകാരം അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായി സ്തോത്രം താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം. സക്രിസ്തു നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. May God bless you all.